എല്ലാവർക്കും നമസ്കാരം. 10 ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ അമിത ബലഗാത്രയും ഭീമരൂപിണിയുമായ പൂതന എന്ന രാക്ഷസി നിധനം ചെയ്യപ്പെട്ട വിവരം കംസൻ അറിഞ്ഞു. അതും ആരു മൂലമാണ്? ഒരു വളരെ ചെറിയ കുഞ്ഞു മുഖാന്തരം. അപ്പോൾ കംസൻ്റെ മനസ്സിലൊരു സംശയം ഉദിച്ചു. ഒരു വേള ആ കുട്ടി തന്നെ ആയിരിക്കുമോ തൻ്റെ ഘാതകനായി ജനിച്ചിട്ടുള്ളവൻ? അങ്ങനെയൊരു സംശയം ഭോജരാജൻ്റെ ഉള്ളിലെ രൂഢമൂലമായി പതിഞ്ഞു. ഇനി പ്രായമൊന്നും നോക്കണ്ട. ഇപ്പോൾ ഇതുവരെ എന്താ പറഞ്ഞത്? 10 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള കുട്ടികളെ കൊന്നാൽ മതി എന്നായിരുന്നു കംസൻ്റെ ഒരു തീരുമാനം. പക്ഷെ അതിപ്പോൾ മാറ്റുകയാണ്. ഏതു വിധവും ആ ബാലനെ വധിച്ച് ആ ശല്യം അവസാനിപ്പിക്കണമെന്ന് സേവകന്മാരായ എല്ലാ അസുരന്മാരോടും കംസൻ രഹസ്യമായി നിർദ്ദേശിച്ചു. പരിശുദ്ധിയുടെ പ്രതീകമായ പശുക്കളെ പാലനം ചെയ്ത് ജീവിക്കുന്ന ഗോപന്മാരെ കാരണമൊന്നും കൂടാതെ വധിക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണെന്ന് ഒരു വിശ്വാസം ആ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോപാല ബാലനെ മായാവികളെ കൊണ്ട് രഹസ്യമായി കൊല്ലിക്കണമെന്ന് കംസൻ നിശ്ചയിച്ചത്. അതനുസരിച്ച് രാജപ്രീതിക്ക് വേണ്ടി ശകടൻ എന്ന ഒരു അസുരൻ അതിനായി ഒരുമ്പെട്ടു. ആ ദൈത്യാധമൻ അതിനുവേണ്ടി തക്ക സമയവും പാർത്ത് നന്ദഗൃഹത്തിൽ വന്ന് അദൃശ്യനായി ഒളിഞ്ഞു നിന്നു. അങ്ങനെ ഒരു ദിവസം, അന്ന് ഉണ്ണിയുടെ 3-ാം മാസത്തെ പക്ക പിറന്നാൾ ദിവസമാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം. കൊച്ചു കുഞ്ഞുങ്ങൾ കമിഴ്ന്നു വിടാൻ തുടങ്ങുന്ന സമയം. ആ സന്തോഷ വാർത്ത ബന്ധുമിത്രാദികളെയും സ്വന്തക്കാരെയും അറിയിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചു വരുത്തി സദ്യ നൽകുന്ന പതിവ് വ്രജവാസികളുടെ ഇടയിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതിനൊരു പേരുമുണ്ട്, വാതിൽ പുറപ്പാട്. തൻ്റെ ആരോമലുണ്ണിയും കമിഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വ്രജനായകനായ നന്ദനും ആ ചടങ്ങ് കുഞ്ഞിൻ്റെ 3-ാമത്തെ പക്ക പിറന്നാൾ ദിവസമായ അന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സദ്യയ്ക്കും പാട്ടിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. രാവിലെ തന്നെ ഗായകരും മേളക്കാരും വന്ന് അവരുടെ വിദ്യകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു. ബാലപീഡ, കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് പല പല അസുഖങ്ങൾ ഇങ്ങനെ വരും. അതാണ് ബാലപീഡ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തുടിപ്പാട്ടുകളും ഭദ്രകാളി സ്തുതിപ്പുകളും വേറൊരു കൂട്ടരും പാടിക്കൊണ്ടിരിക്കുന്നു. കർമ്മികളായ ഉത്തമ ബ്രാഹ്മണ സത്തമന്മാർ വന്ന് കുഞ്ഞിന് ബാധോപദ്രവ ആദി ദോഷങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹോമങ്ങളും പൂജകളും നടത്തി. അങ്ങനെ പല ചടങ്ങുകളും അവിടെ നടക്കുകയാണ്. ഈ സമയമൊക്കെയും യശോദ കുഞ്ഞിനെയും മടിയിൽ കിടത്തിക്കൊണ്ട് പുറത്ത് വന്നിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ ആദ്യം പുറത്തിറക്കുന്ന ദിവസമായതുകൊണ്ട് ഹോമപൂജാദികളും പാട്ടുകളും കോലം തുള്ളലുകളും നടക്കുമ്പോൾ കുറച്ചു നേരം കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരും കാണുക അമ്മ പുറത്ത് വന്നിരിക്കണമെന്നുള്ളതാണ് വാതിൽ പുറപ്പാടിൻ്റെ ഒരു പ്രധാന ചടങ്ങ്. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്ന് കുഞ്ഞ് തളർന്നുറങ്ങിപ്പോയി. കർമ്മികൾക്ക് ദക്ഷിണ മുതലായവ കൊടുത്തതിന് ശേഷം യശോദ കുഞ്ഞു മകനെ എടുത്ത് ബഹളമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തി. 3-4 ഗോപബാലന്മാരെ കാവലിനും ഇരുത്തി. അനന്തരം യശോദ അതിഥികൾക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ നൽകുവാനുള്ള ബദ്ധപ്പാടിൽ വ്യാപൃതയായി. വ്രജത്തിലുള്ള സർവ്വ സ്ത്രീ പുരുഷന്മാരും അന്ന് അവിടെ വന്നിട്ടുണ്ട്. തൻ്റെ ഓമൽ പൈതലിൻ്റെ വാതിൽ പുറപ്പാട് അടിയന്തര ആഘോഷങ്ങളിൽ അവർ പങ്കുകൊള്ളാൻ അവരെ വേണ്ടവണ്ണം സൽക്കരിക്കേണ്ടത്. അപ്പോൾ അവരൊക്കെ ക്ഷണിക്കപ്പെട്ട് വന്ന ആൾക്കാരാണ്. അവരെ വേണ്ടവണ്ണം സൽക്കരിക്കേണ്ടത് യശോദയുടെയും കൂടെ ചുമതലയാണല്ലോ. ആ സമയം മറഞ്ഞിരുന്ന ശകടാസുരൻ ഇത് തന്നെയാണ് തക്ക അവസരമെന്ന് മനസ്സിൽ കണ്ടു. എല്ലാവരും സദ്യയിലും സൽക്കാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ ഉദ്ദേശം നിർവഹിക്കേണ്ടതെന്ന് അവ ആലോചിച്ചു. കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതിനടുത്ത് ഒരു വലിയ ഭാരമേറിയ ഒരു വണ്ടിച്ചക്രം ചാരി വച്ചിരിക്കുന്നു. ആ കാലത്ത് ഗോപവാടത്തിലുള്ള പ്രമാണികൾക്കെല്ലാം വണ്ടികൾ, അതായത് ചാടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചാരി വയ്ക്കപ്പെട്ടിരുന്നത് നന്ദഗോപൻ്റെ തന്നെ ഒരു വണ്ടിയുടെ ചക്രമായിരുന്നു. ആ അസുരൻ തൻ്റെ മായാശക്തിയാൽ ആ ശകടത്തിൽ പ്രവേശിച്ച് ശകടാസുരൻ എന്ന നാമം അന്വർത്ഥമാക്കി. ആ ശകടം ധൃതിയിൽ തന്നെത്താൽ മേൽപോട്ടങ്ങ് ഉയർന്നു. മുകിൽ വർണ്ണൻ ശ്രീകൃഷ്ണൻ കിടക്കുന്നതിൻ്റെ മുകളിലെത്തി വട്ടം കറങ്ങി
കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിക്കത്തക്ക വണ്ണം അതിശക്തമായി കുത്തനെ കീഴോട്ടങ്ങ് വീണു. പക്ഷേ ആ കട്ടക്കിടാവിൻ്റെ പൂടലിൽ പതിക്കുന്നതിന് മുമ്പ് അത് ഞെട്ടി ഉണർന്ന് കണ്ണുകൾ തുറന്നു. പിഞ്ചിളം പൊൽപാദങ്ങൾ കുടഞ്ഞൊരു കരച്ചിലും നടത്തി. ആ കുടച്ചിലിൽ സകല ലോകേശ്വരനാണല്ലേ, സകലേശ്വരനാണ്. സകലേശ്വരനായ ശിശുവിൻ്റെ പാദപ്രഹരമേറ്റ് ആ കുഞ്ഞു കാല് ഒന്ന് ചവിട്ടി ആ താഴോട്ട് വീഴുന്ന ചക്രത്തിൻ്റെ മുകളിൽ. അത് ആ പ്രഹരമേറ്റ് ആ ശകടം അതിൻ്റെ അച്ചുതണ്ടോടുകൂടി തകർന്ന് പൊടിഞ്ഞ് കടുകുമണി പ്രായത്തിൽ ചിന്നി ചിതറി നിലം പതിച്ചു. ശകടം മറിഞ്ഞു വീണ ശബ്ദവും കുഞ്ഞിൻ്റെ കരച്ചിലും എല്ലാം കേട്ട് പരിഭ്രമത്തോടുകൂടി സൽക്കാര സ്ഥലത്ത് നിന്നും യശോദയും ഗോപസ്ത്രീകളും ഓടി വന്നു. രോഹിണിയെ അവിടെ നിർത്തി അവർ വന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത മട്ടിലെ കുഞ്ഞു കണ്ണൻ, ഉണ്ണിക്കണ്ണൻ മയങ്ങിക്കിടക്കുകയാണ്. അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ ശകടം പെട്ടെന്ന് മേൽപോട്ട് ഉയർന്നു. കറങ്ങി കറങ്ങി ഉണ്ണിയുടെ ദേഹത്ത് വീഴാൻ ഭാവിച്ചു. അപ്പോൾ ഉണ്ണി കാലൊന്ന് കുടഞ്ഞു അതിനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിസ്മയ വിവശതയോടെ യശോദ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. പൂവൽമേനിയിൽ വല്ല മുറിവുകളോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോഴത്തേക്ക് നന്ദഗോപനും രോഹിണിയും ഗോപികാഗോപന്മാരും ബന്ധുജനങ്ങളും എല്ലാം ഓടി വന്നു. അവിടെ എത്തി ആളാം പ്രതി ഈ ശ്രീകൃഷ്ണനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുക. രോഹിണിയുടെ എളിയിലിരുന്ന് അവളുടെ ഓമന മകനുണ്ട്, അതാരാ, ബലരാമൻ. അവൻ അനുജനെ ഇമ്മ വെട്ടാതെ നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. വിഷ്ണുമായയുടെ വൈഭവത്താൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അവർ ആരാണെന്നും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. ദൈവമേ, ഈ ബ്രഹ്മാണ്ട ചാട് എൻ്റെ കൺമണിയുടെ മേത്ത് വീണിരുന്നെങ്കിൽ അയ്യോ പിന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദഗോപർ കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്തു ദീർഘനിശ്വാസങ്ങൾ വിട്ടു. നന്ദൻ്റെ ഭൃത്യന്മാരെ ഓടി വന്ന് തകർന്ന ചാടിൻ്റെ പൊടിക്കഷ്ണങ്ങളെല്ലാം അടിച്ചു വാരി കൂട്ടി പുറത്തു കൊണ്ടുപോയി തൊഴുത്തിനടുത്തുണ്ടായിരുന്ന അഗ്നികുണ്ഡത്തിലിട്ട് കത്തിച്ചും കളഞ്ഞു. അങ്ങനെ ഒരുപാട് ഉഴിച്ചിലും ഹോമങ്ങളും വഴിപാടും ഒക്കെ കഴിച്ചിട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ ബാലപീഡയൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയാണ് യശോദ. അത് ശരിയാണെന്ന് ശുദ്ധാത്മാവായ നന്ദഗോപർക്കും തോന്നി. അതിന് പ്രതിവിധിയായി പല ഹോമങ്ങളും പൂജകളും മന്ത്രവാദങ്ങളും ഒക്കെ വീണ്ടും നടത്തിച്ചു. സ്ഥലരക്ഷയ്ക്കുള്ള തകിടുകളും എല്ലാം എഴുതി ഗൃഹത്തിൻ്റെ 4 മൂലകളിലും സ്ഥാപിച്ചു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ചാട് തകർന്നതോടുകൂടി അതിൽ അന്തർഭവിച്ചിരിക്കുന്ന മായാവിയായ അസുരനും തകർന്നു പൊടി പോലെയായി പോവുകയും പിന്നീട് അത് ദഗ്ധമാക്കുകയും അത് ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ചെയ്തതിനാൽ അവൻ്റെ ഭീമാകാരമായ ജഡം ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് പൂതനാമോക്ഷം കഴിഞ്ഞിട്ടുള്ള ശകടാസുരവധം. ഇങ്ങനെ പല അസുരന്മാരെയും വീണ്ടും കംസനെ വിടാനിരിക്കുകയാണ്, അയക്കാനിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും അന്തകനാണ് ഈ ഉണ്ണിക്കണ്ണൻ എന്ന് അവരറിയണില്ലല്ലോ. അപ്പോൾ അത് വഴിയേ വരും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.